None other than Ejami. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചോദിക്കാനുള്ളത് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സാം വിന്നറിൽ എങ്ങനെയാണ് ATR മിസ് വീഡിയോ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഹലോ ഗായ്സ്, എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഫോർ അവർ സീരീസിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് ഈ ഫസ്റ്റ് ഡേ ഫോർ അവർ മെഗാ മിസ്? അപ്പൊ നമ്മുടെ എക്സാമിനറിലെ ഓരോ ഫാക്കൽറ്റീസും നിങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അല്ലെ? ഇവരൊക്കെ എങ്ങനെയാണ് എക്സാമിനറിൽ വന്നത്, ഇവരുടെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു, ഇതുവരെയുള്ള ഇവരുടെ ജേർണി എങ്ങനെ, ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാൻ എന്റെ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമില്ലേ? ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുന്ന പുതിയ ഒരു സീരീസ് ആണ് ഫസ്റ്റ് ഡേ ഫോർ അവർ. അപ്പൊ ഈ ഫസ്റ്റ് ഡേ ഫോർ അവർ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റിനെ വെച്ച് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് എന്റെ കുട്ടികൾ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് കൂടി ചെയ്യാം. അപ്പോ വെൽക്കം ടു അവർ ഷോ ഫസ്റ്റ് ഡേ ഫോർ എവർ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഫസ്റ്റ് ഡേ ഫോർ എവർ എന്ന് പറയുന്ന സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് വേറെ ആരുമല്ല, none other than Ejami. ലൈൻ കട്ട്. വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് പൊടിമോൾ? ആരാണ് നിങ്ങൾക്കറിയാം ആരാണെന്ന്? നമ്മൾ നോക്കുകയാണ്. ഫുൾ ടൈം പൊടി ആയതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടതാ പൊടിമോൾ. പൊടിമോൾക്ക് ഒരു വയസ്സ് കഴിഞ്ഞു, 1.5 ആവാൻ പോകുന്നു. അപ്പൊ ATR മിസ്സിന്റെ കാറാണ് പൊടിമോൾ എന്ന് പറയുന്നത്. ഹ്യുണ്ടായി എക്സ്റ്റർ ആണെന്ന് തോന്നുന്നു അല്ലെ? അപ്പൊ പൊടിമോൾ ശരിയാണ്. ഇപ്പൊ പൊടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പൊ എന്താണ് പൊടിമോളുടെ വിശേഷങ്ങൾ? എങ്ങനെയാണ് ഡ്രൈവിംഗ് ഇഷ്ടമാണോ? ഡ്രൈവിംഗ് ഇഷ്ടം, നല്ല രീതിയിൽ ഓടിക്കും. എപ്പൊ എവിടെയും കൊണ്ടുപോയി മുട്ടിച്ചിട്ടുണ്ടോ? അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രാഫിക് ജാം ഉണ്ടാക്കേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കുന്നത് നീലടാ. സ്വാഭാവികം അല്ലെ? പിന്നെ അങ്ങനെ ഞാൻ പല കോഴിക്കോട് പല സ്ഥലങ്ങളിൽ നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. അത് ഇടയ്ക്കിടയ്ക്ക് അവര് ചെയ്യാറുണ്ട്. പിന്നെ ചെറുതായിട്ട് ഒരു വണ്ടിയുടെ മിറർ അടിച്ച് തകർത്തിട്ടുണ്ട്. അത്രേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. 3 years ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് എക്സാമിന്റെ ഫാമിലിയിൽ വന്നിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സാം വിന്നറിൽ എങ്ങനെയാണ് ATR മിസ് എത്തിപ്പെട്ടിട്ടുള്ളത്? നമുക്കൊരു കൗതുകം. ഞാൻ BEd പഠിക്കുന്ന സമയത്ത്, BEd അതായത് PG കഴിഞ്ഞ് നേരെ BEd പോയി. എന്നിട്ട് BEd ലാസ്റ്റ് കഴിയുന്ന എക്സാം ഒക്കെ ആയ സമയത്ത് ഞാൻ ഇങ്ങനെ ഇവിടേക്ക് അപ്ലൈ ചെയ്തു. എക്സാമിനറിന് കണ്ടപ്പോൾ ഞാൻ അതിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്പൊ ഞാൻ സ്ഥലം കണ്ടപ്പോ ഞാൻ ആദ്യം ഇവിടെ ഇത് എവിടെയാ നിൽക്കുന്നതെന്നുള്ളത് നോക്കി. എക്സാമിനറിന് കണ്ടപ്പോ കാലിക്കറ്റാന്ന് മനസ്സിലായി. കാലിക്കറ്റ് എന്ന് പറയുന്നത് ആ കാലിക്കറ്റിലാണ് ഞാൻ പിടിച്ചത്. നല്ല ഫുഡ് കിട്ടും, പിന്നെ പാലക്കാടാണെങ്കിൽ പോയില്ലേ? അങ്ങനെ പ്രധാനമായിട്ടും കോഴിക്കോടാണ് നോക്കി. അപ്പൊ കോഴിക്കോട് നല്ല ഫുഡ് കിട്ടും. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് കാലിക്കറ്റിന്റെ സിറ്റിന്ന് എക്സാമിനറിലേക്ക് എത്ര ദൂരം ഉണ്ടെന്നൊക്കെ നോക്കി. കുറച്ച് 15 മിനിറ്റ് ഒക്കെ ഉള്ളു. അതൊക്കെ നോക്കിയിട്ടാണ്. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ അന്ന് ഓക്കെ സെറ്റ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഓക്കെ പറഞ്ഞു.
എന്നിട്ട് പിന്നെ ഇവിടേക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് CV ഒക്കെ അയച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ അയച്ചു കൊടുത്തു. അപ്പോ ഇവിടുന്ന് കോള് വന്നു. അപ്പൊ ആദ്യം നമ്മൾ ഡെമോ ക്ലാസ് അയച്ചു കൊടുത്തു. പിന്നെ ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം പറഞ്ഞപ്പോഴാണ് ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിള്ളേരൊന്നും കാണാലോ. യെസ്, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് നോക്കാം. ആദ്യത്തെ ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യെസ്, ഒന്ന് പ്ലേ ചെയ്തു. പണ്ട് ഇവിടെ അയച്ചു കൊടുത്തായിരുന്നു. ആരത്? ഇത് എന്റെ പണ്ടത്തെ B.Ed കോളേജിന്റെ ക്ലാസ് റൂം ആയിരുന്നു. കുറച്ച് മാറ്റുണ്ട്. അന്നേക്ക് നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. മുടിയുണ്ടോ? കാർക്കൂന്തൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് മാറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാ കുട്ടികളിലും ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ETR എന്നുള്ള പേര് വന്നത്? അർച്ചന മിസ് എന്നാണ് പേര്. ബാക്കി എന്താണ് ഫുൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാല് ഇവിടേക്ക് വരുന്നവരെ അർച്ചന തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം അല്ല, ഈ TR എന്താണ് പറഞ്ഞോളൂ. TRO അർച്ചന രാമദേവനാണ്. അതാണ് ടീ വേണോ? ചെറുതായിട്ട് തണ്ടാമ്പറമ്പിൽ രാമദേവൻ മകൾ അർച്ചന. അർച്ചന തണ്ടാമ്പറമ്പിൽ രാമദേവൻ, അതാണ് ശരിക്കുള്ള പേര്. അതിൽ നിന്നാണ് അതിലേക്ക് വന്നത്. അത് എന്തുകൊണ്ടാണ് ATR ആയത്? ഇവിടെ നമുക്ക് ഓൾറെഡി 2 അർച്ചന മിസ് ഉണ്ടല്ലോ. അപ്പൊ നമ്മള് രണ്ടുപേരും സെയിം ബയോളജി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പിള്ളേര് വിളിക്കുന്ന സമയത്ത് അപ്പൊ നമ്മൾ രണ്ടുപേരും നമ്മളെയാണെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് എന്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റി. ആരാണ് ആദ്യം ATR എന്നുള്ള ഒരു പേര് പറഞ്ഞത്? ആദ്യമായിട്ട് വിളിച്ചത് അലക്സർ ആയിരുന്നു. അപ്പൊ അലക്സറിനെ വിളിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഞാൻ തന്നെയാണോ, എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ATR പറയൂ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് ഇത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിക്ക് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ 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 ATR ശീലായി. ഇനി ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇവരുടെ ഫാക്കൽറ്റി ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോവാത്തെന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇവരാണ്. നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നോക്കി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ യൂട്യൂബിൽ കാണും അല്ലെ, ഇവരെല്ലാവരും യൂട്യൂബിൽ കാണുമ്പോൾ നമ്മള് ഫ്രണ്ട്സ് ഭയങ്കര ഫ്രണ്ട്സ് പോലെയല്ലേ തോന്നുന്നത്. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ. ഇവിടെ ഹൻമീൻ ശശിക്ക് എന്തോരം ഫ്രണ്ട്സിനാ കിട്ടിയത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരേ വൈബിലുള്ള, അതായത് സെയിം ഒരേ പ്രാന്തമുള്ള ആൾക്കാരെ തന്നെ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത. അത് പക്ഷേ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരിക്കലും എവിടെയും പോകാൻ തോന്നിയില്ല. ഇപ്പൊ ഓഫീസിലേക്ക് വരാനായാലും നമുക്ക് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്. അതിനിപ്പോ എന്റെ വീട്ടിൽ തന്നെ എന്റെ അച്ഛനോട് പറയാം, ഓഫീസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദിക്കണം. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അലൻസാറിനായാലും അർച്ചന മിസ്സിനൊക്കെ യൂട്യൂബ് ചാനൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ചാനൽ താല്പര്യമില്ല. ഇതെന്താ തൂക്കിയല്ലോ നാദാ, ഇതെന്താ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അത് ഞാൻ പണ്ട് മക്കളെ 381 മില്യൺ ആണെന്ന് തോന്നുന്നു അല്ലേ? 381 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. ഇതിനുള്ളിൽ കുറച്ച് വീഡിയോസ് ഉണ്ട്, പക്ഷെ ആരും കണ്ടിട്ടില്ല. ഞാൻ മാത്രം കാണിച്ചിട്ടില്ല. പറഞ്ഞോളൂ. ഇത് മറ്റേ ഞാൻ B.Ed പഠിക്കുന്ന സമയത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഷോർട്ട് ഫിലിം നമുക്ക് B.Edന് ഷോർട്ട് ഫിലിം സ്വന്തമായിട്ട് ഉണ്ടാക്കാന്നുള്ള ഒരു പരിപാടിയില്. അല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഷോർട്ട് ഫിലിം. അപ്പൊ അതിന് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. കാർക്കൂന്തൽ പോലെയുള്ള ഈ മുടികളും അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത സ്ഥിതിക്ക് ആക്ടിങ്, അതായത് ടീച്ചിങ് മാത്രമാണോ ഹോബി, അതോ വേറെ എന്തെങ്കിലും? വേറെ പാട്ട് അല്ലെങ്കിൽ നമ്മള് കേട്ടിട്ടുണ്ട്. കുഞ്ഞില് ഞാൻ ഇങ്ങനെ ചെറുതായി ഡാൻസ് ഒക്കെ കളിക്കായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ റീൽസ് കുഞ്ഞിലൊക്കെ നോക്കിയിട്ടുണ്ട്. കൺഫ്യൂഷൻ നമുക്കതൊന്ന് തീർത്താലോ? നമുക്കതൊന്ന് നോക്കിക്കളയാം. എന്തായാലും നമുക്കൊന്ന് ഇതല്ല, ഇത് നമ്മള് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു.
ഓ സീന് എന്റെ അമ്മ എങ്ങനെ അയച്ചു. നമുക്ക് നോക്കാം. ആ കർട്ടൻ ഇതാ വീഴുകയാണ്. ഓ അയ്യോ അയ്യോ അമ്മേ. ഓ പണ്ടേ എക്സ്പ്രഷനില് കുറവൊന്നും ഇല്ല. സാരമില്ല. അപ്പൊ എന്താണ് പറയാനുള്ളത്? പറയാനുണ്ടോ? ഇതൊരു പ്രൊഫഷൻ ആക്കാൻ എന്റെ ഈ പാഷൻ പ്രൊഫഷൻ ആക്കി കൂടെ? ഏതോ അഡ്വർടൈസ്മെന്റ് പറഞ്ഞ പോലെ. കഴിവൊക്കെ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ചെറുപ്പത്തില് നമ്മൾ ചെയ്യുന്നല്ലോ, വലുതാകുമ്പോഴും ആ കഴിവ് തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല. എന്തൊക്കെ കഴിവാണില്ലേ ഒരാൾക്ക്. അതെ, ഓവർ ടാലന്റഡ് അതുപോലെ തന്നെ ആക്ടിങ് നമുക്കറിയാം. എന്താണ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയിലുള്ള ആളുകളുടെ ചിരി ഒത്തിരി. ഒരു ഷോർട്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ചോദിക്കട്ടെ, ATR മിസ്സിന്റെ ഒരു ഷോർട്സ് നമുക്ക് കാണാവുന്നതാണ്. എന്നാ ഞാൻ അങ്ങോട്ട് അത് ശരിക്കും ഞാൻ കാണിച്ചു തരാം. ATR മിസ്സിന്റെ ഈ ഡാൻസ് കണ്ടില്ലേ, ഇതിന്റെ ഫ്രണ്ടിൽ എന്താ കൊടുത്തത്? ദശാവതാരം. ജീവിതത്തിലും അദ്ദേഹം ഒരു ദശാവതാരം തന്നെയാണ് എന്നാണ് അതെ 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 തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലുപരി എന്തെങ്കിലും കഴിവുകൾ ഇനി കുട്ടികൾ അറിയാത്ത എന്തെങ്കിലും കഴിവില്ല. വർത്താനം പറയാനറിയാം, അതറിയാം, അത് ഞങ്ങൾക്കറിയാം. നല്ല ബലമുണ്ട്. സബ്ജക്റ്റിലായാലും ഓരോരോ കോഡ്സ് പാട്ടിലൂടെയൊക്കെ നമ്മൾ NMS ക്ലാസ്സിനൊക്കെ നമ്മൾ ശരിയാണ് ശരിയാണ് ഒരു പാട്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി, അതായത് നമുക്ക് കുട്ടികൾക്ക് വേണ്ടി യൂസ്ഫുൾ ആവുന്ന തരത്തിൽ ഒരു കോഡ് ഒക്കെ ഉള്ള ഒരു പാട്ട് പാടാൻ പറ്റുമോ? പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടണം. നീ ഇവിടെ അടിമയാണ്. പിന്നാ അവർക്ക് ഇങ്ങനെ കൊറേ കോഡ് പാട്ടുകൾ ഞാൻ ഇങ്ങനെ പാടിക്കൊടുക്കാറുണ്ട്. ഫേവറേറ്റ് ഒന്നുമില്ല, ഞാൻ തക്കത്തിലാണെങ്കിൽ പറയണം. കൺജഷൻ ഇൻടേക്ക് ഓഫ് ഫുഡ് ആണ്, ഡൈജഷൻ സെക്കൻഡ് സ്റ്റേജ്, അബ്സോർപ്ഷൻ നടക്കുന്നത് ഇൻഡസ്റ്റൈൻ, അത് കഴിഞ്ഞ് അസിമിലേഷൻ. അബ്സോർപ്ഷൻ നടക്കുന്നത് ഇൻഡസ്റ്റൈൻ, അത് കഴിഞ്ഞ് അസിമിലേഷൻ, അവസാനം ഈജഷൻ നടക്കുന്നു. അവർക്ക് ഡാൻസിന്റെ ഫ്രണ്ടിൽ രേഖപ്പെടുത്തിയ പോലെ ദശാവതാരം തന്നെയാണ് അദ്ദേഹം. അപ്പൊ നമ്മള് കുറെ നേരമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ATR മിസ്സിന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞാണ്. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഗെയിംസിലേക്ക് പോയല്ലോ. ATR മിസ്സിനെ കൊണ്ട് ചില ഗെയിംസുകൾ നമുക്ക് സെറ്റ് ആക്കാം. അതെ അതെ, എല്ലാ വിധത്തിലുള്ള ഉടായ്പ ഒപ്പിച്ചു വെക്കുന്നത് ATR മിസ്സാണ് മക്കളെ. ഇന്ന് ഞാൻ ചുരിദാറൊക്കെ ഇട്ട് നല്ല അടങ്ങി ഒതുങ്ങി പാവക്കുട്ടിയായിട്ടിരിക്കുക. സിമ്പിൾ ഗെയിംസ് ആണ്. ടങ് ട്വിസ്റ്റർ കൊടുക്കാം. ഓക്കെ, ടങ് ട്വിസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് നാക്ക് കുഴക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണം. കുറച്ച് സ്പീഡും കൂടി ആണെങ്കിൽ കേമം 3 വട്ടം. പക്ഷെ അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. അത് വേറെ കാര്യം. അപ്പൊ ഇതാണ് സംഭവം, ഞാൻ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണത് കുന്തി ദേവി അറിഞ്ഞില്ല. ഓക്കെ, കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ കിണ്ടി കുണ്ടിൽ വീണത് കുന്തി ദേവി അറിഞ്ഞില്ല. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ അമ്മേ ശ്രദ്ധിച്ചൊക്കെ പറയാം, ഇമേജ് മൊത്തം കൃത്യമായി പറഞ്ഞാ മതി. കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ കുണ്ടിൽ വീണത് കുന്തി ദേവി അറിഞ്ഞില്ല. സ്പീഡ് പറയുകയാണെങ്കിൽ ഓക്കെ, കുന്തി ദേവി കിണ്ടി കഴുകാൻ കുണ്ടിൽ പോയപ്പോൾ കുണ്ടിൽ വീണത് കുന്തി ദേവി അറിഞ്ഞില്ല.
ഓക്കെ മതി 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 റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ നമുക്ക് ഗെയിം നമ്പർ 2 പോയാലോ? സ്ക്രീനില് എന്നായിക്കോട്ടെ അത് തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് പോയിട്ട് അത് മാത്രമേ പറയാവൂ, നോ എക്സ്പ്ലനേഷൻ. ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജൂനിയേഴ്സ് ആയി പഠിച്ച കുട്ടികൾ ആരെങ്കിലും ബോയ്സിനോട് ആരെങ്കിലും ലവോ അല്ലെങ്കിൽ ക്രഷ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നോ ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ക്രഷ് പോലും തോന്നിയിട്ടില്ല. അതിനെനിക്ക് എനിക്കൊക്കെ ഇഷ്ടം പോലെ. ഇല്ല താല്പര്യമില്ല. ഓക്കെ, ആർക്കെങ്കിലും പണി കിട്ടിയത് കണ്ടിട്ട് സന്തോഷം തോന്നി? ഉണ്ടാവും ഉറപ്പല്ലേ? ചെറിയ രീതിയിൽ ചിലപ്പോ ചില നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സന്തോഷം. മുറുക എന്നടാ പണി വെച്ചിരിക്കെ. ഇതുവരെ നമ്മൾ പറയാത്തൊരു സംഭവമായിരുന്നു കുക്കിംഗ്. മക്കളെ ദ മോസ്റ്റ് കുക്കിംഗ് പഠിച്ച് കോളാക്കിയിട്ടുള്ള സന്ദർഭം ഉണ്ടോ? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, അണ്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു സാധനം. ഞാൻ പണ്ട് പായസം ഉണ്ടാക്കിയിട്ട് അന്ന് ഞാൻ ഒരു ആവേശത്തിന് ഞാന് ഗ്യാസ് സ്റ്റവ് ഒന്നും വേണ്ട, നാച്ചുറൽ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുപ്പിലുണ്ടാക്കാനായിട്ട് വിറകിട്ട് എന്നാലും നാച്ചുറൽ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിറകടുപ്പൊക്കെ എടുത്ത് അതിൽ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. സേമിയ പായസം ആയിരുന്നു തോന്നുന്നു ഉണ്ടാക്കിയത്. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ആളി കത്താൻ വേണ്ടിട്ട് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചതാണ്. മണ്ണെണ്ണ ഒഴിച്ചപ്പോ ഇച്ചിരി മണ്ണെണ്ണ പായസത്തേക്ക് പോയി. പായസത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? അതെ അത്രേ ഉണ്ടായുള്ളൂ. അപ്പൊ പിന്നെ അത് കുടിക്കുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. അത്രേ ചെറിയ പെട്രോൾ ഒഴിക്കാം, ചില്ലറ ഹോബീസേ ഉള്ളൂ. അത് കാര്യമാക്കണം. ഗെയിം നമ്പർ 3. ഓക്കെ, അപ്പൊ ഗെയിം നമ്പർ 3 എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിനകത്ത് കുറച്ച് ഇമേജസ് തരും. ഈ പിക്ചേഴ്സ് വെച്ചിട്ട് സിനിമ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മുടെ അടുത്തൊരു ചലഞ്ച് എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ വൺ. മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നേരെ കമന്റ് ബോക്സിൽ അറിയിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇതാ പറഞ്ഞോളൂ. ഒരു മുത്തശ്ശി കഥ. ഓക്കെ, ആദ്യം ഒരു സിമ്പിൾ കൊടുത്ത് വെറുതെ ആളൊന്നും അത്ര. യെസ്, ഓക്കെ, വേണേ ഒരു കയ്യടിയൊക്കെ കൊടുത്തേക്കാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്പർ 2 പോകുന്നു. ഇതാ സൈക്കിൾ. സൈക്കിൾ കള്ളന്മാർ. പുതിയ സിനിമയാണ്. ഞാനത് സൈക്കിൾ തീവ്സ് ഉണ്ടോ? ഒന്ന് ഒപ്പിച്ചാ മതി. സൈക്കിൾ എന്നാണോ ഇംഗ്ലീഷില് സൈക്കിളിന് പറയാ? ബൈസിക്കിൾ തീവ്സ്. അത് നമ്മള് കുറച്ചൊരു മോഡറേറ്റിലാണ് പിടിച്ചത്. പറഞ്ഞു ഇത് പറയില്ല. ബൾബാൻഡ് മങ്കി. ഫിലിപ്സ് ആയിരുന്നു മങ്കിപ്പെൻ. ആ മങ്കിപ്പെൻ കണ്ടപ്പോ മനസ്സിലായി. ഇത് കിട്ടത്തില്ല. ഇരുവട്ടം മണവാട്ടി. മുമ്പ് കാണിച്ചു കൊടുത്തിരുന്നത്. യെസ്, ഓക്കെ. ഇത് പറയില്ല. ഇത് എന്റെ ഉറപ്പ്. വിനോദ് കോവൂർ. കടൽ കാണും ഗോപി. പുതിയ സിനിമ. കടൽ കണ്ണിൽ. ഇല്ല, മെഗാ മിസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നോ? ഫസ്റ്റ് കടൽ എന്ന് പറയണ്ട, സി എന്ന് നിങ്ങൾക്ക് പറയാം. ക്ഷേമം 10 മിനിറ്റ് എടുത്തു. കഴിഞ്ഞു. ആക്ച്വലി മെഗാമിസ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഗെയിമിന്റെ ചലഞ്ചും കഴിഞ്ഞിട്ടുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ എക്സാമിനറിൽ വന്നില്ലായിരുന്നെങ്കിൽ, ടീച്ചിങ് പ്രൊഫഷൻ അല്ലായിരുന്നെങ്കിൽ എന്തായാലും ഇപ്പൊ എവിടെയായിരിക്കും? എന്തായിരിക്കും വ്ളോഗിംഗ് പരിപാടിക്കായിട്ട്? ടീച്ചർ അല്ലായിരുന്നെങ്കിൽ ഞാനൊരു റീൽസ് ഒക്കെ എടുത്ത് റീൽസ് ഓളിയായി ഇൻസ്റ്റാഗ്രാം വ്ളോഗർ, സെലിബ്രിറ്റി, യൂട്യൂബ് ചാനൽ കണ്ട 380. ഞാൻ മക്കളെ ഒന്ന് വീണ്ടും കാണിച്ചു തരാം കേട്ടോ.
അതില് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായേനെ. അതെ അതെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് നാട്ടുകാരെ മൊത്തം ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ നിറയെ റീൽസ് ഒക്കെ എടുത്ത് മറ്റേ ടിക്ടോക്ക് വീഡിയോസ് അതൊക്കെ എടുത്ത് നടന്നേനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്റർവ്യൂ ഏകദേശം നമ്മള് വൈൻഡപ്പ് സെഷനിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് 8 years 3 years ആവാനായിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഇവിടെ 3 years കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളിനെ നമ്മുടെ അപ്പൊ ദിൽഷാംസ് ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ദിൽഷാംസിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ദിൽഷാംസിനെ കുറിച്ചുള്ള എന്താണ് അഭിപ്രായം? ദിൽഷാംസിനെ കുറിച്ച് 8 years അഭിപ്രായം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഞാനിവിടെ വന്ന സമയത്ത് ദിൽഷാമിസ് എനിക്ക് പേടിയായിരുന്നു. ദിൽഷാമിസ് ഭയങ്കര ടെറർ പോലെയായിരുന്നു നമുക്ക് ആദ്യം കാണുമ്പോ തോന്നുന്നത്. ഞാനിവിടെ വന്ന സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കര പേടിച്ചൊക്കെയല്ലേ വരുന്നത് ആദ്യമായിട്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ ജോബ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നേരെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നേരെ വരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനാ. അപ്പൊ അന്നേരമാണ് ദിൽഷാമിസിനെ കാണുന്നത്. ദിൽഷാമിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തൊന്നും വെറുതെ ദിൽഷാമിസ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ ഭയങ്കര ആക്റ്റീവാ. അപ്പൊ നമ്മളിങ്ങനെ അങ്ങോട്ട് വേഗം പോകുന്നൊക്കെ കാണാം. പിന്നെ ഇങ്ങനെ നമുക്കിപ്പോ എന്തെങ്കിലും ഫസ്റ്റത്തെ സ്ട്രീമൊക്കെ നമുക്ക് സെറ്റ് ആക്കണ്ടേ, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ഇതൊന്ന് എങ്ങനെ സെറ്റ് ആക്കണ്ടെന്ന് അറിയില്ലല്ലോ. ദിൽഷാംസ് ആണെങ്കിൽ ടെക്കിയാവും. ഓക്കെ, അപ്പൊ നമ്മള് വൈൻഡപ്പ് സെഷനിലേക്ക് പോവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് മേഘാ മിസ്സിന് എന്തെങ്കിലും വിദ്യാർത്ഥികളോട് കൺവേ ചെയ്യാണ്ടോ അല്ലെങ്കിൽ ചോദിക്കാനുണ്ടോ? അപ്പൊ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കാണുന്ന നമ്മുടെ എക്സാമിനറിന്റെ കുട്ടികളായിരിക്കും. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ വെക്കേഷൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അവരുടെ അടുത്ത് എന്താണ് മിസ്സിന് പറയാനുള്ളത്? അവരുടെ ഫ്യൂച്ചറിലേക്ക് എന്ത് മോട്ടിവേഷൻ ആണ് അവർക്ക് കൊടുക്കാനായിട്ട്? ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ മോട്ടിവേഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് തോന്നേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതില് എനിക്കിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഒരേ ഒരു കാര്യമുള്ളൂ, എപ്പോഴും നമ്മൾ ഈ ഒരു ഡ്രീം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണുന്ന സമയത്ത് എപ്പോഴും കുറച്ച് വലിയ സ്വപ്നങ്ങൾ കാണാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം കുറേ പേർക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഡേ ഫോർ എവർ എന്ന് പറയുന്ന ഒരു സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിയും ഉണ്ടാവും. അതെ, ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ATRVസിനാണ് കൊണ്ടുവന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് സത്യത്തിൽ എക്സ്പെക്ട് ചെയ്തില്ല ഇവര് ഈ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ എവിടുന്നാ കിട്ടിയത്. എനിക്ക് തോന്നുന്നത് എന്റെ അമ്മേന്റെ നമ്പർ എങ്ങാനും ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിത് ഡാർക്ക് ക്ലബിലൊക്കെ തപ്പിയെടുത്തതാണ്. ATRVസിന്റെ പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇതിന് വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ മിസ്സും സാറും തന്നെ ഇതിനു വേണ്ടിട്ട് ഇതുപോലെ ഒരുപാട് എഫേർട്ട് ഒക്കെ എടുത്ത് ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി എല്ലാം ചെയ്തതിന് ഒരുപാട് താങ്ക് യു. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സംരംഭം ഒരു ബിഗ് സക്സസ് ആവട്ടെ. സാരല്ല. അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഡേ ഫോർ എവർ എന്ന് പറയുന്ന ഈ ഒരു സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കാം. ആരാണ് ആഗ്രഹിക്കുന്നത്, ആരെയാണ് ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന, ആരെ കുറിച്ചാണ് ഇനി എന്റെ കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ അടിപൊളിയാക്കുക, വെക്കേഷനൊക്കെ കളറാക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.